ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു പാനീയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. കോവിഡ് രണ്ടാം തരംഗം ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഓരോ ദിവസവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ഒരു പാനീയം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 3 നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ 3 ഗ്ലാസ് നാരങ്ങ വെള്ളം ഞാൻ തയ്യാറാക്കുന്നുണ്ട്. വലിയ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി നാരങ്ങ വെള്ളമാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഈ കോവിഡ് കാലത്ത് വളരെ നല്ലതാണ്. പിന്നെ 3 ഏലക്ക കൂടി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ 2 മെയിൻ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വെളുത്തുള്ളി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു ചുവയും ഇതിൽ കാണില്ല. ഒരു വലിയ ഒരു വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് വളരെ നല്ലതാണ് വെളുത്തുള്ളി. ദിവസവും ഒരു അല്ലിയെങ്കിലും കഴിക്കാൻ നോക്കണം. നമ്മുടെ ഭക്ഷണത്തിലും വെളുത്തുള്ളി ധാരാളമായി ഉൾപ്പെടുത്തിക്കൊള്ളണം. പിന്നെ മധുരത്തിന് ആവശ്യം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ ശരീരത്തിന് മഞ്ഞൾപ്പൊടി വളരെയധികം പ്രധാനമുള്ളതാണ്. എന്തായാലും നിങ്ങൾ നാരങ്ങ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കഴിക്കാൻ നോക്കണം. വളരെ നല്ലതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. 3 നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കോവിഡ് കാലത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ്. എല്ലാവരും ഇതുപോലെ നാരങ്ങ വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ധാരാളമായി നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ധാരാളമായും നമ്മുടെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ വെള്ളത്തിലും ഒക്കെ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ധാരാളമായി ഉൾപ്പെടുത്താൻ നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.